സ്നേഹവന്ദനങ്ങളോടെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യട്ടെ. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ ദൈവം എത്ര സമയം എടുത്തു കാണും? ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിപ്പിൻ്റെ വിവരണത്തിൽ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങൾക്ക് 24 മണിക്കൂർ ദൈർഘ്യമായിരുന്നുവോ അതോ കൃത്യമായ ദൈർഘ്യം നിർണ്ണയിക്കുവാൻ കഴിയാത്ത കാലങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണോ ഈ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങൾ? എൻ്റെ തോന്നൽ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ തെറ്റാകുന്നു എന്നത്രേ. അങ്ങനെ വന്നാൽ പിന്നെ ഉത്തരം ശരിയാകുന്നത് എങ്ങനെയാണ്? ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിപ്പിൻ്റെ രേഖ പറയുന്നത് ദൈവം എത്ര സമയമെടുത്ത് സൃഷ്ടിച്ചു എന്നല്ല, മറിച്ച് ദൈവം എങ്ങനെ ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചു എന്നത്രേ. വളരെ ക്രമീകൃതമായ രീതിയിൽ ദൈവം അഖിലാണ്ടത്തെ സൃഷ്ടിച്ചു. അതിൽ തന്നെ ദൈവം മനുഷ്യനെ അതുല്യമായ വിധത്തിൽ സൃഷ്ടിച്ചു. അതെ, ദൈവത്തോട് ആശയവിനിമയം നടത്തുവാൻ കഴിവുള്ളവനായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. തൻ്റെ സൗകര്യത്തിന് തനിക്കിഷ്ടമുള്ള വിധം ദൈവം ഭൂമിയെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. എവിടെ നിന്നെങ്കിലും കേട്ടിട്ടുള്ള ചില മുൻവിധികൾ വെച്ച് ദൈവവചനത്തെ സംശയിക്കാതെ ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ നമുക്ക് ഈ പുസ്തകം പഠിക്കാം, ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാം. നമുക്ക് ഇന്നത്തെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. ശ്രദ്ധയോടെ പഠിച്ചാട്ടെ. പ്രപഞ്ചത്തിൻ്റെ നിർമ്മാണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കണ്ടു. ഭൂമി ആകെ വികൃതമായി എന്ന് 2-ാം വാക്യത്തിൽ കണ്ടു. പാഴും ശൂന്യവുമായിരുന്നു എന്ന്. 3 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ 6 ദിവസം കൊണ്ട് ഭൂമിയുടെ നിർമ്മാണം എപ്രകാരം നിർവഹിച്ചു എന്നാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഇങ്ങനെ ഒരു പുരോഗതിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ അനേകം കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കട്ടെ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. ഇനിയും സൃഷ്ടിപ്പിനെക്കുറിച്ച് ആ വാക്യത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല എന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ പറയുന്നത് ഉണ്ടാക്കി എന്നത്രേ. ഈ 6 ദിവസം ദൈവം സൃഷ്ടിക്കുകയല്ല, പിന്നെയോ പുനർനിർമ്മാണം ചെയ്യുകയാണ്. ഇല്ലാത്തതിനെ സൃഷ്ടിക്കുകയല്ല, ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും പുനർനിർമ്മാണം ചെയ്യുകയാണ്. അവൻ മുൻപേ ഉണ്ടായിരുന്ന പദാർത്ഥം കൊണ്ട് വേല ചെയ്യുന്നു എന്ന് ചുരുക്കം. അതായത് ഒരുപക്ഷെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അവൻ തന്നെ സൃഷ്ടിച്ച പദാർത്ഥത്തിൽ നിന്നും ഇപ്പോൾ അവൻ പുനർനിർമ്മാണം ചെയ്യുന്നു. ദൈവം ജീവൻ സൃഷ്ടിച്ച് അത് ഭൂമിയിലാക്കി. ഭൂമിക്ക് വേണ്ടി അവൻ മനുഷ്യനെ ഉണ്ടാക്കി. നിങ്ങൾക്കും എനിക്കും താല്പര്യമുള്ള ജീവി അതുമാത്രമാണല്ലോ. നാം അതിൽ ഉൾപ്പെടുന്നു എന്നതായിരിക്കും അങ്ങനെ ഇഷ്ടപ്പെടുവാൻ കാരണവും. ഇത് ഉൽപ്പത്തി പുസ്തകത്തിലെ രേഖ നമുക്കിന്ന് അതിപ്രധാനമാക്കി തീർക്കുന്നു. വാക്യങ്ങൾ വായിച്ച് അതൊന്ന് മനസ്സിലാക്കാമോ എന്ന് തന്നെ നമുക്ക് നോക്കാം. എന്താ? 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം: വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. ഈ പറഞ്ഞത് തീർച്ചയായും 24 മണിക്കൂറുകൾ ഉൾപ്പെട്ട ഒരു ദിവസത്തിന്റെ കാര്യം തന്നെയായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. അതല്ലാതെ വേറെ എന്തെങ്കിലും ആ വാക്യത്തിൽ നിന്നും വ്യാഖ്യാനിക്കുവാൻ കഴിയുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ദൈവം പറഞ്ഞത് ശ്രദ്ധിച്ചോ? വെളിച്ചമുണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉളവാകട്ടെ, ഇങ്ങനെയുള്ള ആജ്ഞകൾ 10 പ്രാവശ്യം ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു വിധാനമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ, പറക്കട്ടെ, മുളച്ചു വരട്ടെ എന്നിത്യാദി കൽപ്പനകൾ. സൃഷ്ടിപ്പിൻ്റെ 10 കൽപ്പനകൾ എന്ന് ആരോ ഇതിനെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ നാം കാണുന്നത് ദൈവിക 10 കൽപ്പനകളാണ്. ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടാകട്ടെ എന്ന്. ദൈവം എന്തെങ്കിലും പറഞ്ഞതായി ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലേ? ദൈവം പറഞ്ഞവയായതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞിട്ട് വെളിച്ചം ഉണ്ടായി. എന്നിട്ട് വെളിച്ചവും ഇരുളും തമ്മിൽ വേർപെടുത്തി.
എന്നാൽ 4-ാം ദിവസം വെളിച്ച സ്രോതസ്സുകളായ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് വെളിച്ചമുണ്ടാകുന്നത്? അത് കൊള്ളാം, നല്ല സംശയം. ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന വെളിച്ചം ദൈവം സൃഷ്ടിച്ച എന്തിൽ നിന്നെങ്കിലും ആകുന്നു എന്ന് പറഞ്ഞിട്ടില്ലാത്തതിനാൽ ആ വെളിച്ചം വെളിച്ചമായ ദൈവത്തിൽ നിന്നും വന്നതാകാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ദൈവം വെളിച്ചമാകുന്നു എന്ന്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പുതിയ യെരുശലേമിൽ വെളിച്ചത്തിനായി സൂര്യന്റെ ശോഭയോ ചന്ദ്രന്റെ ശോഭയോ ആവശ്യമില്ല എന്നത്രേ. അങ്ങനെയെങ്കിൽ വെളിച്ചവാഹികളെ സൃഷ്ടിക്കുന്നതിനു മുൻപ് എന്തുകൊണ്ട് വെളിച്ചമുണ്ടായിക്കൂടാ? ബൈബിളിൽ വെളിച്ചത്തെ ക്രിസ്തുവിനോടും ദൈവവചനത്തോടും ദൈവജനത്തോടും ദൈവാനുഗ്രഹത്തോടും ചേർത്ത് പറയുന്നുണ്ട്. അതേസമയം തന്നെ ഇരുളിനെ സാത്താനോടും പാപത്തോടും മരണത്തോടും ആത്മീയ അജ്ഞതയോടും ദൈവിക ന്യായവിധിയോടും ഒക്കെ ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം വെളിച്ചത്തെ ഇരുളിൽ നിന്നും വിടർത്തിയത്, വേർപെടുത്തിയത്. കാരണം ഇവ തമ്മിൽ യാതൊരു സാമ്യവുമില്ല, ഉണ്ടാകുവാൻ പാടില്ല. ദൈവജനം വെളിച്ചത്തിൽ നടക്കുന്നവരാകണം. സൃഷ്ടിപ്പിന്റെ ആദ്യ ദിവസം തന്നെ വേർപെടുത്തലിന്റെ തത്വം ദൈവം സ്ഥാപിക്കുന്നു. സൃഷ്ടിപ്പിലുടനീളം നാം ഇത് കാണുന്നുമുണ്ട്. വെളിച്ചത്തെ ഇരുളിൽ നിന്നും, പകലിനെ രാത്രിയിൽ നിന്നും, മുകളിലുള്ള വെള്ളത്തെ താഴെയുള്ള വെള്ളത്തിൽ നിന്നും, കരയെ സമുദ്രത്തിൽ നിന്നും ദൈവം വേർപെടുത്തുന്നു. അതെ, ഏതിനോടും അനുരഞ്ജനപ്പെട്ടുള്ള പോക്ക് അപകടമാകുന്നു. കാരണം അത് പ്രകൃതി വിരുദ്ധമാണ്. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഒരു വിധാനമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വിധാനം എന്നുള്ള പദത്തിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം വായുമണ്ഡലം എന്നത്രേ. വായു തിങ്ങിയ ഒരിടം. അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവം ആദ്യം വെള്ളത്തെ വേർപിരിച്ചത് കീഴ്മേലായിട്ടത്രേ. നമുക്ക് മുകളിലും നമുക്ക് താഴെയും വെള്ളമുണ്ട്. സംശയമുണ്ടെങ്കിൽ ഇനിയും ശ്രദ്ധിക്കൂ. 7-ാം വാക്യം, വിധാനമുണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. നമ്മുടെ നാട്ടിൽ മഴക്കാലമായാലത്തെ സ്ഥിതി ഒന്ന് ഓർത്തു നോക്കിക്കേ. എത്ര ഇഞ്ച് മഴയാണ് നമുക്കൊരു സീസണിൽ ലഭിക്കുന്നത്? ഈ വെള്ളം മുഴുവൻ മുകളിൽ നിന്നല്ല വീഴുന്നത്. 200 ഇഞ്ചിലധികം മഴ പെയ്യണമെങ്കിൽ എത്രമാത്രം വെള്ളം മുകളിലുണ്ടായിരിക്കണം? അതത്രേ ദൈവം ചെയ്തത്. ദൈവം കീഴുള്ള വെള്ളവും മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. സംശയമില്ലല്ലോ. എന്നാൽ ഇനിയും 8-ാം വാക്യം നോക്കിക്കാട്ട്. ദൈവം വിധാനത്തിന് ആകാശം എന്നു പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. 9-ഉം 10-ഉം വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാം. ദൈവം ആകാശത്തിന് കീഴെയുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമിയെന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. നല്ലത് എന്ന് ദൈവം കണ്ടു. ഇപ്പോൾ ഇതാ ഇവിടെ വെള്ളത്തിൽ ഒരു സമാന്തര വിഭജനം നടക്കുന്നു. ആദ്യം മുകളിലുള്ള വെള്ളവും താഴെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചതായി നാം കണ്ടു. ഇപ്പോൾ ഇതാ കരയും വെള്ളവും തമ്മിൽ വേർപിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്നതിൽ അശാസ്ത്രീയമായി ഒന്നുമില്ല. ശാസ്ത്രം പറയുന്നത് ഭൂമിയുടെ സകല ഭാഗവും ഒരു സമയത്ത് വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നു എന്നാണ്. എവിടേക്കായിരുന്നു വെള്ളമെന്ന് ഇന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പണ്ട് കിടന്നിടത്തായിരിക്കില്ല ഇപ്പോൾ സമുദ്രമായിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നത് എന്തെന്നാൽ, പണ്ടെങ്ങോ, അതായത് കഴിഞ്ഞകാല നിത്യതയിൽ എന്നെനിക്ക് ഉപയോഗിക്കാമെങ്കിൽ അതാകട്ടെ, പണ്ടെങ്ങോ ഭൂമിയിലാകെ ഒരു വലിയ ന്യായവിധി ഉണ്ടായി എന്ന് വന്നേക്കാം. അല്ലെങ്കിൽ പിന്നെ ഭൂമി മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുകയില്ലല്ലോ. പക്ഷേ അങ്ങനൊരു ന്യായവിധിയെക്കുറിച്ച് പ്രായോഗികമായി നമുക്കൊന്നും തന്നെ അറിയില്ല. ഈ കാര്യത്തിൽ കൃത്യമായിട്ടെന്തെങ്കിലും പറയുവാൻ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എനിക്കറിയില്ല. നാം അതേക്കുറിച്ച് പറയുന്നതൊക്കെ അനുമാനം മാത്രമായിരിക്കും, ഒരുതരം ഊഹം. അതേക്കുറിച്ച് വാസ്തവത്തിൽ വളരെ കുറച്ച് മാത്രമേ ദൈവം നമ്മോടും പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ദൈവത്തെ വിശ്വസിക്കുവാൻ നമ്മെ സഹായിക്കും വിധം ആവശ്യത്തിനുള്ളതെല്ലാം അവൻ പറഞ്ഞിട്ടുണ്ട്. അത് മതിയല്ലോ. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്ന് പേരിട്ടു. അവൻ എന്ത് ചെയ്യുവാൻ പോകുകയാണ്? മനുഷ്യനെ ആക്കുവാൻ തക്കതായ ഒരു സ്ഥലം.
അതായത് നിവാസയോഗ്യമായ ഒരു സ്ഥലമത്ര ദൈവം ഒരുക്കുന്നത്. മനുഷ്യനൊരു ജലജീവിയല്ല. പരിണാമ സിദ്ധാന്തക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. മനുഷ്യൻ കടലിൽ നിന്നും വന്നെന്നോ മരത്തിൽ ചാടി കളിച്ചതാണെന്നോ ഒക്കെ. പക്ഷേ ദൈവം ഇവിടെ ചെയ്യുന്ന ക്രമീകരണം ഒന്ന് ശ്രദ്ധിച്ചാട്ട്. 11-ാം വാക്യം, ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇവിടെ ഇപ്പോൾ ദൈവം സസ്യാദികൾ ഉണ്ടാക്കുന്നു. കാരണം അതായിരുന്നല്ലോ മനുഷ്യന്റെ ആഹാരം. ജലപ്രളയം വരെ മനുഷ്യൻ സസ്യഭുക്കായിരുന്നു എന്നത്രേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പഴങ്ങളും വിത്തുകളും മാത്രമായിരുന്നു അവന്റെ ആഹാരം. സസ്യങ്ങളെ ഉണ്ടാക്കി ആക്കുന്ന ജോലി 3-ാം ദിവസം പൂർത്തിയാക്കി. 12-ഉം 13-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ട്. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, ഉഷസ്സുമായി 3-ാം ദിവസം. ഇനിയും 4-ാം ദിവസം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രത്യക്ഷപ്പെടും. 14-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. പകലും രാവും തമ്മിൽ വേർപിരിപ്പാൻ ആകാശവിതാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിവാനായും ഉതകട്ടെ. 13-ാം വാക്യം വരെ നാം കാണുന്നത് ദൈവം 3 ഇടങ്ങൾ, 3 സ്പേസ് ഉണ്ടാക്കുന്നതാണ്. കര, സമുദ്രം, ആകാശം. അടുത്ത 3 സൃഷ്ടിപ്പിന്റെ ദിനങ്ങളിൽ നാം കാണുവാൻ പോകുന്നത് ദൈവം ഈ പറഞ്ഞതായ 3 ഇടങ്ങളെ നിറയ്ക്കുന്നതാണ്. ആകാശവിധാനത്തിൽ ദൈവം ജ്യോതിർഗോളങ്ങളെ നിർത്തി. അവരുടെ ജോലി അവർക്ക് നൽകി. പകലും രാത്രിയും തമ്മിൽ വേർപിരിക്കുവാനും ആണ്ടുകളെയും കാലങ്ങളെയും തിരിച്ചറിയുവാനുമാണ് ദൈവം ഈ ജ്യോതിർഗോളങ്ങളെ നൽകിയിരിക്കുന്നത്. ഇവയെ ഒരു വിധത്തിലും ആരാധിക്കരുത് എന്ന് കർശന നിയമം ദൈവം തന്റെ ജനത്തിന് പിന്നീട് നൽകിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ, ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, ആവർത്തന പുസ്തകത്തിൽ തന്നെ 17-ാം അധ്യായത്തിന്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഈ ജ്യോതിർഗോളങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും തന്റെ ജനത്തെ ദൈവം വിലക്കി. സൂര്യനെയും ചന്ദ്രനെയും ദൈവം ഈ സമയത്ത് സൃഷ്ടിച്ചില്ല. അവ മുൻപേ അവിടെ ഉണ്ടായിരുന്നു. വിചിത്രമായി തോന്നുന്നുവോ? ദൈവം അവയെ അവയുടെ സ്ഥാനത്താക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. 15-ഉം 16-ഉം വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ട്. ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിതാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. അവയിൽ ഒന്ന് പകലിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു, സൂര്യൻ അത് ഭംഗിയായി നിർവഹിച്ചു. മാത്രമല്ല ചന്ദ്രൻ രാത്രിയിൽ അതിൻ്റെതായ ഉത്തരവാദിത്വം നിർവഹിച്ചു. ഇത്രയും പറഞ്ഞതിന് ശേഷം ഒരു ചെറിയ വാചകം കൂടി ചേർത്തിരിക്കുന്നു, നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. അത് ഒരു വലിയ ജോലി തന്നെയായിരുന്നല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തുമാത്രം നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കുമെന്ന്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ പണിയൊന്നും ആയിരുന്നില്ല. എല്ലാം അതതിൻ്റെ സ്ഥാനങ്ങളിൽ ആക്കപ്പെട്ടു. 17 മുതലുള്ള വാക്യങ്ങൾ, ഭൂമിയെ പ്രകാശിപ്പിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിതാനത്തിൽ നിർത്തി. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, ഉഷസ്സുമായി 4-ാം ദിവസം. ഇവിടെ വിഭജനം നടത്തിയത് ദൈവമാണെന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിപ്പാനുമായി എന്നാണ് നാം വായിച്ചത്. അവൻ ഇന്നും അത് ചെയ്യുന്നുണ്ടെന്ന് താങ്കൾക്കറിയാമോ? എന്താണ് ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസമെന്ന് പലരും ഇന്ന് ചോദിക്കാറുണ്ട്. ഈ വേർപെടുത്തുന്ന രേഖകളെല്ലാം ദൈവം വരച്ചിട്ടുണ്ട്. എന്താണ് ശരിയെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ശരി എന്താണ് എന്ന് ദൈവം പറയുന്നു, അതാണ് ശരി. ദൈവം ഏതാനും പ്രമാണങ്ങൾ നൽകിയിരിക്കുന്നു. ദൈവം ഇരുളിൽ നിന്നും വെളിച്ചം വേർതിരിക്കുന്നു. ശരിയും തെറ്റും തമ്മിലും അത്രയും വ്യത്യാസമുണ്ട്. ഇരുളും വെളിച്ചവും പോലുള്ള വ്യത്യാസം. ദൈവമാണ് ഈ വ്യത്യാസം വരുത്തുന്നത്. അവൻ ഇന്നും അത് ചെയ്യുന്നു. 5-ാമത്തെ ദിവസം ജന്തുക്കളുടെ ജീവനാണ് ഇവിടെ നാം കാണുന്നത്. 20-ാം വാക്യം, വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശവിതാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഇവിടെ ഒരു പുരോഗതി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു ചെറിയ കോശത്തിൽ നിന്നും സകലവും ഉണ്ടായി എന്ന അർത്ഥമല്ല
ഇവിടെ. പിന്നെയോ ഓരോ ജീവിയുടെയും ഓരോന്നിനെ ഉണ്ടാക്കി. ആ ഒരെണ്ണത്തിൽ നിന്നും വികസനം ഉണ്ടായതായി നാം കാണുന്നു. 21 വാക്യത്തിൽ അതത് തരം എന്നുപയോഗിച്ചിരിക്കുന്നത് കണ്ടോ? ഇതിന്റെ അർത്ഥം ഓരോന്നിൽ നിന്നും വലിയ വികസനം ഉണ്ടായിട്ട് ആ വർഗത്തിൽപ്പെട്ടതും സകലതും അതിൽ നിന്നും ഉത്ഭവിച്ചിരിക്കും എന്നാണ് ഇവിടുത്തെ ചിന്ത. 21 വാക്യം ഞാനൊന്ന് വായിക്കാം. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതിയെയും സൃഷ്ടിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. നല്ലത്, അതെ, ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതാണ്. ഇത് നാം എല്ലാ രംഗങ്ങളിലും വിശ്വസിച്ചിരിക്കണം. അവൻ ചെയ്യുന്നതൊന്നും ദോഷമോ മോശമോ അല്ല എന്നോർക്കണം. 22 വാക്യം, നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവീൻ, പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ച് ദൈവം അവയെ അനുഗ്രഹിച്ചു. നിങ്ങൾ വർദ്ധിച്ചു പെരുകുവീൻ എന്നത്ര ഈ ജന്തുക്കളോട് പറയുന്നത്. ഇത് മനുഷ്യവർഗത്തിന്റെ കാര്യത്തിലും ശരിയാണ്. മനുഷ്യൻ ഭൂമിയിൽ പെരുകിയത് പ്രത്യുൽപാദനത്താൽ വർദ്ധിച്ചു പെരുകിയാണ്, അല്ലാതെ ഏതെങ്കിലുമൊക്കെ ജീവികളിലെ പരിണാമം കൊണ്ടല്ല. ഇനിയും 6-ാം ദിവസത്തെ കാര്യങ്ങളാണ് നാം കാണുവാൻ പോകുന്നത്. അത് 24-25 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. 6-ാം ദിവസം അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്നുളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചരജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. അതത് തരം എന്ന പ്രയോഗം ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചേ. അതിൻ്റെ തന്നെ ഇനത്തിൽപ്പെട്ടത് എന്ന അർത്ഥം ഇവിടെ വരുന്നുണ്ട്. ഇനിയും സസ്യങ്ങളെയും മൃഗങ്ങളെയും മനുഷ്യവർഗത്തിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്നതായി നാം കാണുന്നു. ദൈവം പറയുകയാണ്, നാം മനുഷ്യനെ ഉണ്ടാക്കുക. ഈ ജീവി നിങ്ങൾക്ക് വളരെ വളരെ താല്പര്യമുളവാക്കുന്ന ഒന്നായി തീർന്നു. അതിന് കാരണവുമുണ്ട്. അവൻ നിങ്ങളുടെ വലിയ വലിയ വല്യപ്പൂപ്പനായിരുന്നു, എന്റെയുമായിരുന്നു കേട്ടോ. അതിൻ്റെ അർത്ഥം നാം തമ്മിൽ ബന്ധമുണ്ടെന്നാണ്. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമായി എനിക്ക് ബന്ധമുണ്ട്. ഈ പ്രോഗ്രാം കേൾക്കുന്നത് കൊണ്ടുള്ള ബന്ധമല്ല, രക്തബന്ധം. സകല മനുഷ്യരും തമ്മിൽ അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. 26-ാം വാക്യത്തിൽ കാണുന്നത്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ആദ്യം ഇവിടെ ഉണ്ടാകാവുന്ന സംശയം എങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നത്രേ. അടുത്ത അധ്യായത്തിൽ അതിനുള്ള വിശദീകരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. അവർ വാഴട്ടെ എന്ന് ദൈവം പറഞ്ഞു. ഭൂമിയെ വാഴുവാനുള്ള അധികാരം ദൈവം മനുഷ്യന് കൊടുത്തു. ഇതിന്റെ അർത്ഥം ദൈവം അവനെ ഏദൻ തോട്ടത്തിലെ ഒരു കൂടിയ തോട്ടക്കാരനാക്കി എന്നല്ല കേട്ടോ. ആദാമിന് വളരെ വലിയ അധികാരം നൽകപ്പെട്ടിരുന്നു. അല്പം കൂടി മുൻപോട്ട് പോകുമ്പോൾ നാം കാണുന്നത് അതാണ്. ഈ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം ആദാമിനോട് കൽപ്പിച്ചിരുന്നു. 27-ാം വാക്യം കൂടി നമുക്കിന്ന് പഠിക്കണം. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലളിതമായ വസ്തുത നമുക്കിവിടെ ലഭിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ബാര എന്ന എബ്രായ പദം ഇവിടെ ഈ അധ്യായത്തിൽ 3-ാമത്തെ പ്രാവശ്യമാണ് നാം കാണുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അവൻ ഏതോ പുതിയ ഒരുവനാണ്. ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നാം വായിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ വിശദീകരണം ദൈവം അടുത്ത അധ്യായത്തിൽ കൂടുതലായി നമുക്ക് നൽകുന്നുണ്ട്. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലാകും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച വിശദീകരണത്തിൽ ഒട്ടുമുക്കാലും ദൈവം നൽകിയിട്ടില്ല എന്ന്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നു മാത്രമാണ് ഇത് സംബന്ധിച്ച് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വിവരം. ഇത് സംബന്ധിച്ച് നമുക്ക് അറിയുവാൻ കഴിയുന്നത് ഇത്രമാത്രമാണ്. സകല വിവരങ്ങളും വേണമെങ്കിൽ അവന് നൽകാമായിരുന്നു. പക്ഷേ അവനത് ചെയ്തില്ല. തന്റെ സൃഷ്ടിപ്പിൽ ഒരു കാര്യത്തിന്റെ മാത്രം വിശദീകരണത്തിലേക്കേ ദൈവം കടക്കുന്നുള്ളൂ.
അത് മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ചുള്ളതാണ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അല്പം വിശദീകരിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അതെ, ഈ രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം മനുഷ്യന് വേണ്ടിയാണ്. തൻ്റെ ആരംഭത്തെക്കുറിച്ച് മനുഷ്യൻ അറിയണം എന്ന് ദൈവം ആഗ്രഹിച്ചു. ഇവിടെ ദൈവം ഇപ്രകാരം പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്: നിന്റെ സ്വന്തം ആരംഭത്തെക്കുറിച്ച് അറിയുവാൻ ശ്രമിക്കുക. അല്ലാതെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെ വിവരണത്തെക്കുറിച്ച് ഊഹാപോഹങ്ങളുമായി പോകേണ്ടതില്ല. അതിമഹത്തായ ചില കാര്യങ്ങളാണ് ഈ വാക്യം നമുക്ക് നൽകുന്നത്. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ തിരുവചനത്തിലെ അതിമഹത്തായ പ്രസ്താവനകളിൽ ഒന്നത്രേ ഇതെന്ന് സമ്മതിക്കാതിരിക്കുവാൻ തരമില്ല. ഇത്രമാത്രം അത്ഭുതകരമായ എന്തെങ്കിലും ഗ്രഹിക്കുവാൻ എനിക്ക് കഴിയില്ല സുഹൃത്തെ. എന്താണ് അതർത്ഥമാക്കുന്നത്? അതെ, മനുഷ്യൻ ദൈവത്തെപ്പോലെയാകുന്നു എന്ന്. എനിക്ക് തോന്നുന്നു തൃത്വം പോലെ എന്ന്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. മനുഷ്യൻ ശരീരവും മനസ്സും ആത്മാവുമുള്ള വ്യക്തിയാണ്. തെസ്സലോനിക്കർക്കുള്ള 1 ലേഖനം 5 അധ്യായത്തിന്റെ 23 വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നമ്മൾ പറയില്ലേ, ദേഹം ദേഹി ആത്മാവെന്ന്. അതുതന്നെ ഈ പറഞ്ഞത് സത്യമാണെങ്കിലും അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പറഞ്ഞതിന് കൂടുതൽ അർത്ഥമുണ്ടെന്ന് കാണുവാൻ നമുക്ക് സാധിക്കും. ദൈവം സൃഷ്ടിച്ച മൃഗങ്ങളിൽ നിന്നും ദൂതന്മാരിൽ നിന്നും വിഭിന്നമായി മനുഷ്യനിലുള്ള ആ അതുല്യത തന്റെ സൃഷ്ടാവായ ദൈവവുമായി വളരെ പ്രത്യേകമായ ഒരു ബന്ധം മനുഷ്യന് ആകാം എന്നുള്ളതാണ്. ചിന്തിക്കുവാനുള്ള ഒരു മനസ്സും അനുഭവിച്ചറിയുവാൻ വികാരങ്ങളും തീരുമാനങ്ങൾ എടുക്കുവാൻ ഇച്ഛാശക്തിയുമുള്ള ഒരു വ്യക്തിത്വം മാത്രമല്ല മനുഷ്യൻ. പിന്നെയോ ദൈവത്തെ അറിയുവാനും ആരാധിക്കുവാനും നമ്മെ പ്രാപ്തിപ്പെടുത്തുന്ന ഒരു ആന്തരിക സ്വഭാവവും ദൈവം മനുഷ്യന് നൽകി. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. പുരുഷൻ എപ്രകാരമാണ് സൃഷ്ടിക്കപ്പെട്ടത്, സ്ത്രീയെ എപ്രകാരമാണ് സൃഷ്ടിച്ചത് എന്നുള്ള വിവരണം ഈ വാക്യങ്ങൾ നമുക്ക് നൽകുന്നില്ല. 2 അധ്യായത്തിൽ എത്തുന്നതുവരെ നമുക്കത് കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടത്രേ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഈ വലിയ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ഒരു വിവരണവും തരുവാൻ ദൈവം താൽപ്പര്യപ്പെട്ടിരുന്നില്ല എന്ന്. അല്ലായിരുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വേറൊരു അധ്യായം അവൻ നൽകുമായിരുന്നു. താൻ സൃഷ്ടാവാകുന്നു എന്ന ഒരൊറ്റ കാര്യമല്ലാതെ വേറെ വിശദീകരണം ഒന്നും ദൈവം നൽകുന്നില്ല. ഇത് നമ്മെ വീണ്ടും എബ്രായലേഖനം 11 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വലിയ സത്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഇന്ന് നാം കാണുന്ന വസ്തുക്കൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ളവയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നുമുള്ള സൃഷ്ടിപ്പ്. ആരോ പറഞ്ഞു, അതൊന്ന് വിശദീകരിക്കാമോ? സുഹൃത്തെ, എന്നെക്കൊണ്ട് സാധ്യമല്ല. പരിണാമ സിദ്ധാന്തവും നിങ്ങൾക്കത് വിവരിച്ചു തരുവാൻ പോകുന്നില്ല. എങ്ങനെയാണ് ഇല്ലായ്മ ഉണ്മയായി തീർന്നതെന്നുള്ളതിന് പരിണാമ സിദ്ധാന്തത്തിന് ഒരു മറുപടിയും ഇതുവരെയില്ല. നമ്മുടെ മനസ്സിനാണെങ്കിൽ ആരംഭിക്കുവാൻ എന്തെങ്കിലും ഒന്ന് വേണം. എന്നാൽ ബൈബിൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ആരംഭിക്കുന്നു. ദൈവം സൃഷ്ടിച്ചു. ഈ അധ്യായത്തിലെ ഏറ്റവും വലിയ വെളിപ്പാട് അതത്രേ. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയിലെ അതിവിശിഷ്ടമായ സൃഷ്ടിയാകുന്നു. മറ്റൊന്നും അല്ലാത്തതുപോലെ മനുഷ്യൻ ദൈവസ്വരൂപത്തിലാകുന്നു. അങ്ങനെ പറയുന്നതിനാൽ മനുഷ്യന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ, അതായത് ആത്മീയമായ, ധാർമ്മികമായ, ബുദ്ധിപരമായ സ്വഭാവങ്ങൾ ദൈവസ്വരൂപത്തിൽ ആണെന്നല്ല. പിന്നെയോ മനുഷ്യൻ മുഴുവനായി ദൈവസ്വരൂപത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ ഭൂമിയിൽ ദൈവത്തിന്റെ പ്രതിനിധിയാണെന്ന് പറയുന്നത്. തന്റെ സൃഷ്ടികളെ ഭൂമിയിൽ വാഴുവാനായി ദൈവം മനുഷ്യനെ നിയമിച്ചു, മാനേജ് ചെയ്യുവാൻ, അതിനെ നോക്കി നടത്തുവാൻ. ദൈവത്തിന്റെ സ്വരൂപമില്ലാതെ മനുഷ്യനല്ലായിരിക്കും. അത് നഷ്ടപ്പെടുത്തിയതാണല്ലോ നമ്മുടെ മനുഷ്യത്വം പോകുവാനും കാരണം. ദൈവം എത്ര സ്നേഹവാനാണ്. ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടുത്തെ സ്നേഹമാണ്. ആ സ്നേഹം ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ, അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഈ പഠനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ.
ഇന്നത്തെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം സൃഷ്ടിച്ചതിൻ്റെ വിശദീകരണങ്ങൾ നൽകുന്നത് എത്ര കൃത്യമായിട്ടാണ്, എത്ര വ്യക്തമായിട്ടാണ്. അത് പഠിക്കുന്നത് ഒരു അനുഗ്രഹമാണല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിൽ നിന്നും അത്ഭുതമാർന്ന സത്യങ്ങളെ തിരിച്ചറിയുവാൻ അവിടുന്ന് ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതോർത്ത് സ്തോത്രം. കർത്താവെ, ഇന്ന് ഞങ്ങൾ കേട്ടതായിട്ടുള്ള വചനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിനും ആത്മീക വർധനയ്ക്കും മുഖാന്തരമാകേണ്ടതിന് അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നടത്തണമേ എന്നപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും സൃഷ്ടിപ്പിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും വ്യക്തികളായി, കുടുംബങ്ങളായി അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.